നമസ്കാരം, ഞാൻ അനു വിജയമോഹൻ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ജാക്ക് J7 എന്ന് പറഞ്ഞ കാറിന്റെ ഓണേഴ്സ് റിവ്യൂ ആണ്. ഏകദേശം 20,000 കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടിയിട്ടുണ്ട്. അന്നേരം അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പങ്കുവെക്കാൻ പോകുന്നത്. അന്നേരം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ കാണുന്നതാണ് ജാക്ക് J7 എഞ്ചിൻ റൂം എന്ന് പറയുന്നത്. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ഏകദേശം 150 HP പവറും 210 ന്യൂട്ടൺ ടോർക്ക് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതൊരു ടർബോ എഞ്ചിനും കൂടിയാണ്. ഇതിന് 0 to 60 കിലോമീറ്റർ എടുക്കാൻ വേണ്ടി ഏകദേശം എടുക്കുന്നത് 4.7 സെക്കൻഡാണ് 0 to 60 എടുക്കുന്നത്. 0 to 100 ആണെങ്കിൽ ഏകദേശം 10.5 സെക്കൻഡ്. നമ്മുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മാത്രവുമല്ല, നല്ല നീളവും വീതിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വണ്ടിയും കൂടെ ആണ് നമ്മളെ ജാക്ക് എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളുടെ നീളവും വീതി എന്ന് പറയുമ്പോഴത്തേക്ക് 4.7 ആണ് നമ്മളുടെ വണ്ടിയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊക്കെ തന്നെ വീതി വരുന്നത് 1.8 മീറ്ററുമാണ്. 4.7ഉം 1.8 മീറ്ററുമാണ് വരുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 520 ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് ഉള്ളത്. ഈ സീറ്റൊക്കെ മടക്കാൻ ഏകദേശം 1500ഓളം ലിറ്റർ ബൂട്ട് സ്പേസോളം കിട്ടും. ാണ് നമ്മളതിൻ്റെ വണ്ടിയുടെ ഇൻറ്റീരിയറാണ്. അന്നേരം അതിനകത്ത് തന്നെ ചെറിയൊരു ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ മാത്രമല്ല, സൈഡ് എല്ലാം പവർ വിൻഡോസുകളൊക്കെ വന്നിട്ടുണ്ട്. ലോക്കുണ്ട്, അത് ഓട്ടോമാറ്റിക്കാണ്, സ്പീഡ് അനുസരിച്ചിട്ട് പോകും. പിന്നെ ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കണക്ക് തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററും കാര്യങ്ങളിലൊക്കെ സ്വിച്ച് കിടപ്പുണ്ട്. പിന്നെ എ സി വെൻ്റ് ഉണ്ട്. എ സി ഒക്കെ ഇപ്പോൾ ശരിക്കും ഭയങ്കര പവർഫുള്ളാണ്. ലൈറ്റൊക്കെ ഉള്ള മിററുണ്ട്. അതിപ്പോൾ ഈ കാണുന്ന ലൈറ്റോടുകൂടിയ മിററുകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അത് ഇപ്പം പാസഞ്ചർ സൈഡിൽ മാത്രമല്ല, ഡ്രൈവർ സൈഡിലും ആ സംഭവം വരുന്നുണ്ട്. പിന്നീട് പറയാൻ വേണ്ടി ഉള്ളത്, അത്ര ഭയങ്കര വലുതൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഒരു സൺറൂഫാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സൺറൂഫും ഒക്കെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ത്രോട്ടിൽ, വിമാനത്തിൻ്റെ ത്രോട്ടിലിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗിയർ സിസ്റ്റം വന്നിട്ടുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും സ്റ്റോപ്പും ഒക്കെ ആണ് വരുന്നത്. പിന്നെ ഹസാർഡ് ലൈറ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓണും ഓഫും ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ മാത്രമല്ല, ഡ്രൈവ് മോഡ് കൂടാതെ ഒരു സ്പോർട്സ് മോഡും കൂടെ വരുന്നുണ്ട്. ഈ വണ്ടിക്ക് തന്നെ ശരിക്കും റിവേഴ്സ്, പാർക്ക്, ന്യൂട്രൽ, പിന്നെ ഡ്രൈവ് മോഡും ഉണ്ട്, സ്പോർട്സ് മോഡും ഉണ്ട്. ഇതിനകത്ത് ഒരു യൂസ് ചെയ്തിരിക്കുന്ന ഗിയർ ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അഡ്വാൻസ്ഡ് CVT ആണ്. അതുകൊണ്ട് തന്നെ ഒരു CVT ആയിട്ടുള്ളൊരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒന്നും ഈ വണ്ടിക്ക് തോന്നെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഒരു ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ഇഞ്ചിൻ്റെ അതിമനോഹരമായിട്ടുള്ള വലിയൊരു ടച്ച് സ്ക്രീനാണ്. അതിനകത്ത് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വരുന്നുണ്ട്. അന്നേരം ഇതിനകത്തൊരു ആംബിയൻസ് ലൈറ്റിൻ്റെ സെറ്റിങ്സ് ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 ഇഞ്ചിൻ്റെ വലിയൊരു ടച്ച് സ്ക്രീനാണ് ഇതിനകത്ത് വരുന്നത്. കണ്ട് അതിപ്പോൾ നമ്മൾ വൈറ്റ് ആണ് ഇട്ട്, കളറൊന്നും മാറ്റില്ല. അന്നേരം ഓരോരോ കളറുകളിലായിട്ട് ഇങ്ങനെ മാറ്റാനും വേണ്ടിയിട്ട് ശരിക്കും നൈറ്റ് ടൈമിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഒരു ആംബിയൻസ് ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ കൺട്രോൾ മുഖാന്തരം ഇതിനകത്ത് ഇപ്പം ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ബേസ് മോഡലായിട്ട് കൂടിയും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. പിന്നീട് റേഞ്ചുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം നമുക്ക് മാറ്റാനും വേണ്ടിയൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് വെഹിക്കിൾ ബോഡിയുടെ സെറ്റിങ്സ്, റെയിൻ സെൻസിങ് വൈപ്പർ, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്, അങ്ങനത്തുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതിനൊക്കെ തന്നെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ശരിക്കും എടുത്ത് പറയേണ്ടതാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റമാണ്. പിന്നെ മാത്രമല്ല, ഡ്രൈവിങ്ങിനകത്ത് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. നമുക്ക് സ്പോർട്സ് വേണോ സ്റ്റാൻഡേർഡ് വേണോ എന്നുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടി പറ്റും. നമുക്കിപ്പം ഈ കംഫോർട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വരും ശരിക്കും ഒരു വിരലുകൊണ്ട് നിർത്തിയിട്ടിട്ട് നമുക്ക് എടുക്കാനും വേണ്ടി പറ്റും. ഞാൻ കള്ളം പറഞ്ഞില്ലാതാണ്ട് കണ്ടില്ലേ, ഒരു വിരലുകൊണ്ട് നമുക്ക് തിരിക്കാനും വേണ്ടി പറ്റും നിർത്തിയിട്ടിട്ട്. അത്രയ്ക്ക് വലിയ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക് ലൈറ്റും, ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പർ, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്, അങ്ങനത്തെ സംവിധാനമൊക്കെ വരുന്നുണ്ട്. പിന്നെ LED ലാമ്പുകളാണ് വരുന്നത്. അതിപ്പോൾ എല്ലാ സൈഡിലും ഉണ്ട്, പുറകിലും ഉണ്ട്. പുറകിലത്തെ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് വളരെ ബാക്ക് സൈഡിൽ നമുക്ക് ഇങ്ങനെ 2 ഫോണുകൾ കുത്തിയിടാനുള്ള സംവിധാനങ്ങളുണ്ട്. USB വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. 2 സൈസ് ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ പുറകെയായിട്ടാണെങ്കിൽ AC വെൻ്റ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. കുഴപ്പമില്ലാത്ത തൈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നീട് പുറകിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വളരെ നല്ല ഒരു ലക്ഷറി ഫീൽ തന്നെ നമുക്ക് വണ്ടിക്കകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ മാത്രമല്ല, സൈഡിലാണെങ്കിൽ നമുക്കിവിടെ ചെറിയൊരു ആംറസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ചെറിയ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതിന് കൂടാതെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളും വരുന്നുണ്ട്. പിന്നീട് ഇവിടെയും ഈ ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ സൈഡിലനുസരിച്ചിട്ട് എല്ലാ തരത്തിലും ലാമ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെതർ സീറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ലെതർ സീറ്റാണ്. നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്.
അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും ഒക്കെ വരുന്ന നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അതിന് മാത്രമല്ല പുറകിലത്തെ എല്ലാ പാസഞ്ചറിൻ്റെ സൈഡിലും ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ഉണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ മാത്രമേ ഉള്ളൂ. അത് ശരിക്കും ഡ്രൈവറിന് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ായിട്ട് പറയാനും വേണ്ടി ഉള്ളത് ഇതിൻ്റെ അലോയ് വീലാണ്. ഏകദേശം 17 ഇഞ്ച് അലൂമിനിയം അലോയുടെ വീലാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ബ്രേക്കുകളെല്ലാം വരുന്നത് ഡിസ്ക് ബ്രേക്കാണ്. 4 വീലിലും ഡിസ്ക് ബ്രേക്കാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നതെന്ന് തന്നെ വേണം പറയാൻ വേണ്ടി. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അഡ്വാൻസ്ഡ് CVT ആയതുകൊണ്ട് റബ്ബർ ബാൻഡ് എഫക്റ്റുകളും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു സംഭവമാണ് ഈ പാർക്കിംഗ് ബ്രേക്ക്. അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പാർക്കിംഗ് ബ്രേക്കാണ്. അതിൽ തന്നെ നമുക്കൊരു ഓട്ടോ മോഡും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആയിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ക്രൂയിസ് കൺട്രോളിൻ്റെ കാര്യമുണ്ട്. ക്രൂയിസ് കൺട്രോളും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു വണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ജാക്കിനെ പറയാനും വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ സുരക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ABS EBD അങ്ങനത്തുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മിററാണ്. ഇതിൻ്റെ മിറർ തന്നെ നല്ല വൈഡായിട്ടുള്ളൊരു കോൺകേവ് മിറർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈവൻ ഈ ഒരു മിററിലൂടെ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും അതിൻ്റെ ബാക്ക് സൈഡ് വരെ നമുക്ക് അത്യാവശ്യം കാണാനും വേണ്ടി പറ്റുന്നുണ്ട്. അത്രയ്ക്ക് നല്ല വിസിബിലിറ്റി ഉള്ള മിററാണ്. അത് എടുത്ത് പറയേണ്ടതാണ്. അത് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സുകളായിട്ടുള്ള ABS EBD ESP അങ്ങനത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അടുത്തൊരു ഫീച്ചർ എടുത്തു പറയാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ ഇതിൻ്റെ LED ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റി ഉള്ള ഒരു LED ഹെഡ്ലൈറ്റാണ് ഇതിന് വരുന്നത്. വണ്ടിക്ക് വരുന്നതാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയുള്ള സീറ്റ് ബെൽറ്റാണ്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അന്നേരം നമ്മൾ വണ്ടിയായിട്ട് നമ്മൾ മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലോങ് റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. അന്നേരം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫ്യൂജേറയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ഫ്യൂജേറയിലോട്ടുള്ള ഒരു നല്ല അത്യാവശ്യം 2 സൈഡുകളിലും മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു വഴിയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ കാണാനും വേണ്ടി പറ്റുന്നത് ഫ്രണ്ടിലായിട്ട്. ഇനിയിപ്പോൾ അല്ലാതെ ഒരു 130-140 ആ ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല എയർ പിടിക്കുന്നില്ല, നല്ല എയറോഡൈനാമിക് ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സൗണ്ടുകൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്നുള്ളൂ. പിന്നെ മാത്രമല്ല വണ്ടി നല്ല സ്റ്റേബിളായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് മോഡ് 3 മോഡുകളുണ്ട്. ഒന്ന് സ്പോർട്സ്, കംഫോർട്ട്, സ്റ്റാൻഡേർഡ് എന്നുള്ളത്. ഇതിനകത്ത് ഇപ്പം നമ്മൾ സ്പോർട്സ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റിയറിംഗ് ഇപ്പം അത്യാവശ്യം നല്ല ടൈറ്റിലാണ് ഇപ്പം വണ്ടി സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇരിക്കുന്നത്. അതും ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ പറയണം. പിന്നെ 10.5 ഇഞ്ച് 10.5 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഇരിക്കുന്നത്. പിന്നെ എല്ലാ ഫുള്ള് ഡിജിറ്റൽ ഡിസ്പ്ലേകൾ, പിന്നെ മൊത്തം ബട്ടൺസുകളും കാര്യങ്ങളും ക്രൂസ് കൺട്രോൾ എല്ലാം ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇത്ര നേരം വന്നുകൊണ്ടിരുന്നത് വണ്ടി ഇങ്ങനെ ക്രൂസ് കൺട്രോളിൽ ഇട്ടിട്ടായിരുന്നു. അന്നേരം അത് ശരിക്കും പ്രത്യേകിച്ച് ഈ ലോങ് റൈഡുകളിലൊക്കെ ഹൈവേയിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ ക്രൂസ് കൺട്രോൾ ഭയങ്കര ഒരു ഉപകാരിയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സൺറൂഫ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാം നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളത്തുള്ള എൻ്റെ ഈ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളതിന് വളരെ കംഫോർട്ട് ഉള്ളതായിട്ടുള്ള ഞാൻ ശരിക്കും ഒരു 100% ഹാപ്പിയാണ് ഈ വണ്ടി കൊണ്ട്. അതിപ്പോൾ നമ്മൾ ക്രൂസ് കൺട്രോൾ ഇട്ടിരിക്കുകയാണ്. കൈയും കാലും ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്കിരുന്ന് യാത്ര ചെയ്ത് പോകാനും വേണ്ടി പറ്റുന്നുണ്ട്. ശരിക്കും ക്രൂസ് കൺട്രോൾ മീൻസ് ഇപ്പോൾ എല്ലാ വണ്ടികൾക്കൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഇതിൻ്റെ കൂടിയ മോഡലുകൾക്കൊക്കെ ആണെങ്കിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. അതായത് ഫ്രണ്ടിലെ വണ്ടികളുടെ ഇതനുസരിച്ചിട്ട് തന്നെ ഇത് നമ്മളെ വണ്ടി വേഗത കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനങ്ങളും വരുന്നുണ്ട്. പക്ഷേ അത് ഇത് നമ്മളെടുത്തിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള ബേസ് മോഡലാണ്. അന്നേരം അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അതിന് ഫുൾ മോഡലിനകത്താണെങ്കിൽ 360 ക്യാമറകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ബേസ് ക്യാമറ മാത്രമേ ഉള്ളൂ. അത് ഈ ഓരോ മോഡലുകൾക്കനുസരിച്ചിട്ട് ഫീച്ചറുകളിലും കൂടുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പറയേണ്ടുന്നത് ഈ വണ്ടിയുടെ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതിപ്പം ഡോറ് തന്നെ 3 സ്റ്റെപ്പ് ആയിട്ടാണിത് അടയ്ക്കുകയും തുറയുകയൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പം തുറന്നു വിട്ടാലും തന്നെ അങ്ങ് തുറന്നു പോകത്തുന്നില്ല. നല്ല ഹെവി ആയിട്ടുള്ള നല്ല വെയിറ്റ് ഉള്ളൊരു ഡോറാണ്. അടയ്ക്കുമ്പം തന്നെ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം 1 വർഷം ആകുന്നുണ്ട്. ഏകദേശം ഓഡോമീറ്റർ ഞാനൊന്ന് കാണിച്ചു തരാം. ഏകദേശം 21,000 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. ഈ വണ്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കിലോമീറ്റർ, അതല്ലെങ്കിൽ അല്ലേ പിടിച്ചോ 2 ലക്ഷം കിലോമീറ്റർ, അതല്ലെങ്കിൽ 5 വർഷം വരെ വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു ഓണർ എന്ന രീതിയിൽ ഞാൻ
ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും നല്ല ലക്ഷറി ഫീലിംഗ് ഒക്കെ തരുന്ന ഈ ഒരു വിലയ്ക്ക് കിട്ടുന്നൊരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. വളരെ നല്ല 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ തന്നെയാണ്. പിന്നെ അടുത്തത് പറയാൻ വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജാണ്. ഏകദേശം 1.5 ലിറ്റർ ഇത്രയും ടോർക്കും പവറും ഒക്കെ ഉള്ളൊരു എഞ്ചിനായിട്ട് പോലും ഇതിന് ഞങ്ങളിന്നിപ്പോൾ ഫുജാറെ പോയിട്ട് വന്നപ്പോൾ ഏകദേശം 17 ലിറ്ററാണ് എൻ്റെ മൈലേജ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനത് ടാങ്ക് ടു ടാങ്ക് ആയിട്ടും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നോർമൽ നമ്മുടെ കൊച്ചു ഓട്ടങ്ങളും അവിടെ അങ്ങനെയുള്ള ലോങ് റൈഡ് അല്ലാതെ പോയപ്പോൾ പോലെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു 10-12 ആ ഒരു മൈലേജ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും വെയിറ്റുള്ള, ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു വണ്ടി, ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിക്ക് ഈ ഒരു മൈലേജ് കിട്ടുന്ന കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൈലേജിൻ്റെ കാര്യത്തിൽ ഫുള്ളി സാറ്റിസ്ഫൈ ആണ്. ഇതിൻ്റെ ബ്രേക്ക് എഫിഷ്യൻസി കാര്യങ്ങൾ, പെർഫോമൻസ്, എല്ലാ കാര്യങ്ങളും പക്ക നല്ല ഏതൊരു ലക്ഷറി വണ്ടികളോടും കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ജാക്ക് J7 ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാനെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അന്നേരം എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനമായുള്ള A380 റിവ്യൂ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.